ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട റോസ്റ്റ്. ഇത് ചാമേൻ്റെ പൊടി പുട്ടുണ്ടാക്കാനാണ്. നനച്ച് വെച്ചത് ഓരോ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചാമപ്പുട്ടാണ് കേട്ടോ. ചാമപ്പുട്ടാണ് ഉണ്ടാക്കിയത്. മുട്ട റോസ്റ്റും ചെയ്തു, ചാമേൻ്റെ പുട്ടും ഉണ്ടാക്കി. ചാമപ്പുട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നല്ലോണം വെള്ളം, ഒരു ഗ്ലാസ് ചാമ എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കറക്റ്റ്. ചെറിയ കപ്പിന് കേട്ടോ. ചെറിയ കപ്പെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെയുള്ള ഡവറയിൽ അളക്കുന്നത്. ഒരു ഡവറയിൽ നമ്മൾ ചാമേൻ്റെ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിക്ക് മതി വെള്ളം. തിളച്ച് കഴിഞ്ഞാൽ വെള്ളം കുറച്ചും കൂട്ട് മാറ്റിയാൽ മതി, കൂടുതലാണെന്ന് തോന്നിയാൽ. എന്നിട്ട് ഈ പൊടി, ഇതിലുള്ള പൊടി, ചാമപ്പൊടി അങ്ങോട്ട് ഇടുക തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട്. അപ്പം കറക്റ്റായിട്ട് വരും. പിന്നെ അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് പുട്ട്, നല്ല രസമുള്ള പുട്ടായി വരും. ചാമയൊക്കെ നമ്മൾ മഴയ്ക്ക് മുമ്പ് പൊടിപ്പിച്ച് വെച്ചതാണ്. വെയിലൊക്കെ ആയിരുന്നപ്പം നമ്മൾ കഴുകി ഉണങ്ങി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മഴയായാൽ ഒന്നും പൊടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചെടുക്കും. വെറുതെ പൊടിപ്പിച്ച് വെച്ചാലും പോരാ, വറുത്തും കൂടി വെക്കണം. വെറുതെ പൊടിപ്പിച്ച് വെച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. ആ പൊടി വേഗം പൂത്തു പോകും. വറുത്ത് വെക്കണം. ഞാൻ മില്ലിൽ നിന്ന് അതൊക്കെ ചെയ്യിച്ചു കൊണ്ടുവന്ന, വറുത്തു മില്ലിൽ നിന്ന് തന്നെ. ഭയങ്കര പൈസയാണ് വറുക്കുന്നതിന്, എന്നാലും വറപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അതെടുത്ത് ഡപ്പിയിലിട്ട് അടച്ചു വെച്ചു. പിന്നെ നമ്മൾ കുറച്ചെടുക്കും. ഇങ്ങനെയാണ് ചാമേൻ്റെ പുട്ടുണ്ടാക്കുന്നത്. മുത്താരീൻ്റെ പുട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ വെള്ളം തിളയ്ക്കുമ്പോൾ എത്ര പൊടിയാണ് എടുക്കുന്നത്, 1 ഗ്ലാസ് പൊടിയുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പിട്ട് അതിലേക്ക് ഇടും പൊടി. നല്ല പാകമായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് മൈദയും കൊണ്ട് പുട്ടുണ്ടാക്കാൻ പറ്റും. മൈദയും കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ കപ്പപ്പുട്ട് പോലെ ഇരിക്കും. പണ്ട് കപ്പ ഇടിച്ച്, വെള്ളുകപ്പ ഇടിച്ച് പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാവും.
മൈദയും കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങളൊക്കെ? ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നോക്കിയതല്ല, ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഭയങ്കര മഴയാണ്. മഴയായിട്ടൊന്നും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കേൾക്കില്ല എന്ന്. ഞാൻ പുട്ടിൻ്റെ ആവി ഇങ്ങനെ കാണാം. അതാ, നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല. മഴയോ മഴ, പെരും മഴ. നമ്മൾ വർത്താനം പറയുന്ന ഒന്നും കേൾക്കില്ല, മഴ കാരണം. ഭയങ്കര ശബ്ദവും. ഇതൊന്ന് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്താ, എല്ലാം പെരണ്ടിരിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കണം. ഇതിൽ മുട്ടയിലെല്ലാം പെരണ്ട് വരണം. ഇതിൽ കറിവേപ്പിലയൊക്കെ ഇടണം. കറിവേപ്പില മഴയായതുകൊണ്ട് എടുക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇടാത്തതാണ്. മഴയല്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുട്ടായിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. തീ ഓഫാക്കി നമുക്കിതിലേക്ക് പുറകിൽ നിന്ന് കുത്തിയിടാം. പുട്ട് ഇതാ കുത്തിയിട്ടിട്ടുണ്ട്. സൂപ്പർ പുട്ടാണ്. നല്ല മയം ഉണ്ടാവും. അല്ലാതെ നമ്മൾ വെള്ളം തിളപ്പിച്ചിടാതെ ഉണ്ടാക്കിയാൽ അതിലിട്ടിട്ട് നനച്ചെടുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ മരം പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളം തിളപ്പിച്ചിടുന്നത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.